ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നൈറ്റ് റുട്ടീനാണ്. നൈറ്റ് റുട്ടീൻ അല്ലെങ്കിൽ ഈവനിങ് വ്ളോഗ് അങ്ങനെയും എടുക്കാം. 5 മണിയാകുമ്പോഴാണ് അമ്മ ജോലി കഴിഞ്ഞ് വരിക. അപ്പോഴാണ് ഞങ്ങളൊക്കെ ഒന്ന് എണീറ്റ് ഉഷാറായിട്ട് വരുള്ളൂ. അപ്പോൾ അമ്മ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ എന്താ കൊണ്ടുവന്നതെന്നുള്ളത് നോക്കാന്നുള്ളതാണ്. അമ്മ സാധാരണ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ടാറുണ്ട്. അപ്പോൾ ഇന്ന് കൊണ്ടുവന്നുള്ളത് സമൂസയായിരുന്നു. അതുവരെ വെറുതെ ഒരു പണിയില്ലാണ്ടിരിക്കണം ഞാൻ. അമ്മ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഫുള്ള് തിരക്കാണ്, ഫുള്ള് ബിസിയാണ്. ഞാനും ഓരോ എൻ്റെതായ കാര്യങ്ങൾ അപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. ആക്ച്വലി എനിക്ക് ഉണ്ണി ഉറങ്ങുന്ന സമയത്ത് ഇരുന്നിട്ട് എൻ്റെതായ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാം. പക്ഷേ ഞാൻ ആ സമയത്ത് അവൻ്റെ കൂടെ തന്നെ കിടന്നുറങ്ങി ഞാൻ റെസ്റ്റൊക്കെ എടുത്ത് അമ്മ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പരിപാടികളൊക്കെ തുടങ്ങും. വേറൊരാളില്ലാണ്ടിരിക്കുക, അങ്ങനെ വർക്കിന് ഇരിക്കാൻ പറ്റില്ല. അതിൻ്റെ ഇടയിൽ വന്ന് അവൻ ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് അമ്മ വന്നിട്ട് ഞാൻ അതിന് വേണ്ടിയിട്ടൊക്കെ ഇരിക്കുള്ളൂ. ഇന്ന് പിന്നെ അമ്മ പായസം കൊണ്ടുവന്നിരുന്നു, പാലട കൊണ്ടുവന്നിരുന്നു. അമ്മയുടെ ഓഫീസിലെ സാറിൻ്റെ പേരക്കുട്ടിയുടെ 1ാമത്തെ പിറന്നാളായിരുന്നു. അപ്പോൾ എല്ലാവർക്കും പായസമൊക്കെ കൊണ്ട് കൊടുത്തിരുന്നു. അമ്മ വന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു. അങ്ങനെ ഞാൻ അതൊക്കെ കുടിച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ലാസ്റ്റ് ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോയി വന്നപ്പോൾ വീണ്ടും പനി കിട്ടി. പനി പിടിച്ചിട്ട് ഇപ്പോൾ 4ാമത്തെ ദിവസമാണ്. ഇപ്പോൾ കുറവായിട്ടുണ്ട്. അപ്പോൾ കുളിച്ചിട്ടില്ല, തല നനച്ചിട്ടില്ല. തല നനയ്ക്കാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ രാവിലെയൊക്കെ ഭയങ്കര ക്ഷീണം തോന്നാം. അപ്പോൾ എന്തായാലും വൈകുന്നേരം കുളിക്കാമെന്ന് കരുതിയിരുന്നു. വൈകുന്നേരം പിന്നെ അതുപോലെ തന്നെ നല്ല ചൂടുമല്ലേ, അപ്പോൾ പിന്നെ കുളിക്കാനുള്ള പരിപാടിയും കൂടി ഞാൻ ഇടയിൽ കൂടെ നോക്കുന്നുണ്ട്. 10 to 5 ഉണ്ണി ഫുൾ ടൈം എൻ്റെ കൂടെ തന്നെയാണ്. ഞാൻ അവനെ നോക്കി ഒരു വയ്യാണ്ടാവും വൈകുന്നേരം ആകുമ്പോഴേക്കും. പിന്നെ അമ്മ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഫുള്ള് അമ്മേൻ്റെ കസ്റ്റഡിയിലായിരിക്കും അവൻ. എനിക്ക് പിന്നെ അവനെ അങ്ങനെ ശ്രദ്ധിക്കേണ്ടി വരില്ല. എനിക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഒരു കാര്യങ്ങളിപ്പോൾ നോക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. എനിക്ക് അവന് ഫുഡ് കൊടുക്കാനോ ഒന്നിനും പറ്റില്ല. ജസ്റ്റ് എന്തെങ്കിലും സ്നാക്സ് ഒക്കെ എടുത്ത് കൊടുക്കാൻ തന്നെ പറ്റുള്ളൂ. അവനെ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കാനൊന്നും എനിക്ക് പറ്റില്ല. അപ്പോൾ അമ്മ തന്നെയാണ് ഉണ്ണിയുടെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ 5 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് അമ്മ തന്നെ ആയിരിക്കും അവൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ടാവുക. അപ്പോൾ എനിക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ഈവനിങ്. പൊതുവെ എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ് കടന്നു പോവുക. പിന്നെ ഇപ്പോൾ പറയുകയാണെങ്കിൽ എനിക്ക് ഒട്ടും എനർജി ഇല്ല. എനിക്ക് നടക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര കാലിൻ്റെ അവിടേക്ക് വെയിറ്റ് വന്നിട്ട് എനിക്ക് നടക്കാനും നിൽക്കാനും കിടക്കുന്നിടത്തുനിന്ന് എണീക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. ഫിസിക്കലി അങ്ങനെ മെൻ്റലി അതിലും സ്ട്രെസ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുൾ ടൈം റൂമിൽ തന്നെ ആയതുകൊണ്ട് ആ ഒരു ഇതൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആയിട്ട് ഭയങ്കര ഡിപ്രഷനിൽ പോലെയാണ് ഇപ്പോൾ കറൻ്റ് ഇപ്പോൾ ഞാൻ കടന്നു പോകുന്നത്. പക്ഷെ അമ്മയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അമ്മയായിട്ടിരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഇൻവോൾവ് ആയിരിക്കും എപ്പോഴും. അതുകൊണ്ട് തന്നെ വീട്ടിലെ ആരെങ്കിലുമൊക്കെ ഒരാളുള്ളത് എനിക്ക് ഭയങ്കര ഒരു സമാധാനമുള്ളൊരു കാര്യമാണ്. വർക്കിൻ്റെ കോള് വരാൻ ഇത്തിരി ഡിലേ ഉണ്ടാവും എന്ന് കണ്ടപ്പോൾ ഞാൻ കരുതിയെന്ന് വെച്ചാൽ ആ ടൈമിനുള്ളിൽ വേഗം പോയിട്ട് ഒന്ന് കുളിച്ചിട്ട് വരാമെന്ന് കരുതി. അപ്പോൾ അതിന് മുൻപ് ജസ്റ്റ് ഒന്ന് ഫേസിലൊരു പാക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇപ്പോൾ ലാസ്റ്റ് ട്രൈമസ്റ്റർ ആയതുകൊണ്ട് തന്നെ മുഖത്ത് നല്ല പിഗ്മെൻറ്റേഷനാണ്. ലിപ്സിൻ്റെ ഇടയിലൊക്കെ എനിക്ക് ഫംഗൽ ആക്നി വന്നു തുടങ്ങി. അതുപോലെ തന്നെ ഈ ഒരു മുഖത്ത് കഴുത്തിലൊക്കെ ഭയങ്കരമായിട്ട് കറുപ്പ് പാടുകളൊക്കെ നന്നായി വന്നു തുടങ്ങിയ ടൈമാണ്. സ്കിൻ കെയർ ഒന്നും ഇപ്പോൾ എനിക്ക് കറൻറ്റ്ലി ചെയ്യാൻ പറ്റില്ല. ലാസ്റ്റ് ടൈം ഞാൻ ക്ലൻസർ തന്നെ യൂസ് ചെയ്തപ്പോൾ എനിക്ക് മുഖം പൊള്ളിയ പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ കരുതിയെന്ന് വെച്ചാൽ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് തക്കാളി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കോഫി പൗഡർ എടുത്തിട്ടുണ്ട്, അരിപ്പൊടി എടുത്തിട്ടുണ്ട്, തൈര് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് ഞാൻ ഈ അടുത്തൊരു റീല് കണ്ട് വന്നു പിഗ്മെൻറ്റേഷനൊക്കെ മാറാൻ നല്ലൊരു മാസ്കാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വീക്ക്ലി ട്വൈസ് യൂസ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത് ഈ മാസ്ക്. അപ്പോൾ ഞാൻ ഈ മാസ്ക് ഇടുന്നതിനായിട്ടുള്ള ഉണ്ണി ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട് എന്നെ, ഈ അമ്മേൻ്റെ മുഖത്ത് എന്താണെന്നുള്ളത്. ഞാൻ എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവൻ പൊട്ട് പോലും തൊട്ടാൽ അവനത് ഊരിക്കളയും, അങ്ങനത്തെ ഉള്ളതാണ്. അപ്പോൾ ഞാനിത് മുഖത്തൊക്കെ തേക്കിനിട്ട് അവന് ഭയങ്കര കൺഫ്യൂഷൻ, ഇതെന്താ ഇവിടെ സംഭവിക്കണമെന്നുള്ളത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട് അവൻ എന്താണെന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ അമ്മ അവന് ഫുഡ് കൊടുക്കാറുണ്ട്. സാധാരണ അവന് ഫുഡ് ഇറക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇട്ട് കണ്ടിട്ടുള്ളപ്പോൾ വേഗം വേഗം ഫുഡ് ഇറക്കി കഴിക്കണമുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് മീഷോന്ന് ഞാനൊരു പ്രൊഡക്റ്റ് വാങ്ങിയിരുന്നു. കുറേ നാളായി ഇത് അങ്ങനെ തന്നെ ഇരിക്കുന്നു. ഞാനത് ഷോർട്സിന് വേണ്ടിയിട്ട് റിവ്യൂ ചെയ്യാന്നുള്ള രീതിയിൽ അവിടെ വെച്ചുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ കരുതി എന്നുവെച്ചാൽ ഇത് കുളി കഴിഞ്ഞ് വന്നിട്ട് അതിൻ്റെ ഷോർട്സ് എടുക്കാമെന്ന് കരുതിയിട്ട്. അപ്പോൾ അതെന്താ സംഭവം എന്നുള്ളത് നോക്കിയൊക്കെ ഇരിക്കുകയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും വർക്കിൻ്റെ കോൾ വന്നു. അപ്പോൾ കുറച്ച് നേരം അതിന് വേണ്ടി ഇരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി കുളിച്ച് വന്നു. എന്നിട്ട് കുളിച്ച് വന്നിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്തോട്ട് ഇതോടെ കുറച്ച് ഒരു 1 hour 2 hour ഒക്കെ ഉള്ളൂ വർക്ക്. അതിപ്പോൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യണ പോലെ ഇരിക്കും. എൻ്റെ ടൈമിനനുസരിച്ചിട്ട് എനിക്ക് ചെയ്താൽ മതി. അപ്പോൾ അതോടുകൂടി എൻ്റെ വർക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ശരിക്കും ഇത് ഫ്രീ ആയിട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. പക്ഷേ ഞാൻ എൻ്റെ സൗകര്യം നോക്കിയിരുന്നിട്ട് പെട്ടെന്ന് ഹറിബറി ആയിട്ട് ചെയ്ത് തീർക്കുന്നത് അതെൻ്റെ ഒരു പ്രോബ്ലം തന്നെയാണ്. പക്ഷേ ഞാൻ കംഫർട്ട് നോക്കി ചെയ്യണത് കേട്ടോ. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് റിലാക്സ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ അമ്മ രാത്രിക്കായിട്ട് ഞണ്ട് കിട്ടിയിരുന്നു. അപ്പോൾ ഞണ്ട് അത് ക്ലീൻ ചെയ്യലും കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്മ അവിടെ പണിയിലാണ്. കുറച്ച് അങ്ങോട്ട് നടക്കുമ്പോഴേക്കും എനിക്ക് തീരെ പറ്റാഞ്ഞിട്ടാവും. അപ്പോൾ ഞാൻ വേഗം വന്ന് റൂമിൽ വന്നിട്ട് കുറച്ച് നേരം ചെയറിലിരിക്കാമെന്ന് കരുതിയിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ അതേ ഉണ്ണിതേ വരുന്നുണ്ട്. അവൻ വരവും പോക്കും അങ്ങനെയായിട്ട്. പക്ഷെ അമ്മ നോക്കുന്നുണ്ട് കേട്ടോ അവൻ. അതുകൊണ്ടാണ് ഞാൻ അത്ര ഫ്രീ ആയിട്ടൊക്കെ വന്നിരിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് കിച്ചണിൽ പോയി നോക്കിയപ്പോൾ ഫുഡൊക്കെ ആവണേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് അമ്മ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിക്കുക. കാരണം ഉണ്ണിയുള്ളതുകൊണ്ട് തന്നെ അപ്പോൾ ഒരുമിച്ച് കഴിക്കാൻ പറ്റില്ല. അങ്ങനെ അമ്മ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഫുഡ് കഴിക്കാതിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ഉണ്ടായിരുന്ന സെയിം കറികളൊക്കെ ഉണ്ട്.
പിന്നെ അതും കൂടാണ്ട് പിന്നെ ഞണ്ട് റോസ്റ്റ് ഉണ്ട്. എനിക്ക് പിന്നെ ഞണ്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആട്ടോ ഉണ്ട്. അപ്പോൾ ഞണ്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ വേറെ കറികളിലേക്കൊന്നും ഞാൻ കൈ കടത്തില്ല. അപ്പോൾ ഞാൻ ഞണ്ട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിക്കുകയാണ്. എനിക്ക് വീട്ടിലിപ്പോൾ ഞണ്ട് എനിക്ക് വേണ്ടി മാത്രമാണ് വാങ്ങുന്നത്. എനിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ ഈ സമയത്ത് കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ്, കാൽസ്യം കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട്. ഞാൻ കഴിക്കാതിരുന്ന ഒരുപാട് നേരം എടുക്കും. എനിക്കങ്ങനെ കുറേ പെട്ടെന്ന് കഴിക്കാൻ പറ്റില്ല. അപ്പോഴേക്കും എനിക്ക് ഛർദ്ദിക്കാൻ വരും. ഞാൻ കുറച്ചിച്ച് ടൈം എടുത്ത് പതുക്കെ കഴിക്കുള്ളൂ. അപ്പോഴേക്കും ഒരുപാട് നേരമാവും. അതുകൊണ്ടാണ് അമ്മ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കാതിരിക്കുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് എൻ്റെ സൗകര്യത്തിനനുസരിച്ച് കഴിച്ച് കഴിഞ്ഞാൽ മതിയല്ലോ. ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഒരു യുദ്ധം നടക്കുന്നുണ്ട്. ഉണ്ണിക്കമ്മ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നൈറ്റിലെ. അപ്പോൾ അവനാണെന്നുണ്ടെങ്കിൽ കഴിക്കാൻ ഭയങ്കര മടിയാണ്. വായിൽ കൊടുത്ത് അപ്പോൾ തുപ്പിക്കളയും, അങ്ങനെയൊക്കെയാണ്. എന്നാലും അമ്മ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അവന് വയറൊക്കെ ഫില്ലാക്കി കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മ നൈറ്റിൽ കിച്ചൺ ഒതുക്കുന്ന സമയത്ത് ഞാൻ ഉണ്ണിനെ കൊണ്ട് റൂമിൽ കൊണ്ടിട്ട് പിന്നെ കുറച്ച് നേരം അവനായിട്ട് കളിക്കാനൊക്കെ ഇരിക്കും. അങ്ങനെ അമ്മ കിച്ചണൊക്കെ ഒതുക്കി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ണിനെ കൊണ്ട് ഉറക്കാൻ കൊണ്ടും. അപ്പോൾ ആ സമയം ഞാൻ ബെഡൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് പിന്നെ ഉറക്കി വരുന്ന ആ സമയം കൊണ്ട് എൻ്റേതായ നൈറ്റിലെ പരിപാടികളൊക്കെ ചെയ്ത് തീർക്കും. അതായത് മരുന്ന് കഴിക്കുക, പിന്നെ മുടിയൊക്കെ കെട്ടി വെക്കുക. അപ്പോൾ അതിന് മുൻപായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് സിലിക്കൺ മസാജർ കൊണ്ട് നന്നായിട്ട് മുടിയൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക, ഹെഡൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. കാരണം ഈ സമയമായതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു മസാജൊക്കെ കിട്ടിയിട്ട് അതൊരു സുഖമായി കിടന്നുറങ്ങാൻ പറ്റും. ആരും ഇങ്ങനെ ചെയ്തു തരല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ഒറ്റയ്ക്ക് എന്നെക്കൊണ്ട് പറ്റണ വിധത്തിൽ ഒരു 5-6 മിനിറ്റൊക്കെ ഇരുന്നിട്ട് ചെയ്തിട്ട് പിന്നെ മുടി കെട്ടി വെച്ചിട്ട് രാത്രി കിടന്നുറങ്ങും. അപ്പോൾ അങ്ങനെയാണ് പൊതുവേ എൻ്റെ ഒരു ഈവനിങ് റൊട്ടീൻ അല്ലെങ്കിൽ മോർണിംഗ് റൊട്ടീനൊക്കെ ഇപ്പോൾ ഈ ഒരു പ്രഗ്നൻസി പീരീഡിൽ കടന്നു പോകുന്നത്. ഇതിപ്പോൾ 7ാം മാസത്തിലെ ഒരു ഈവനിങ് റൊട്ടീൻ ആട്ടോ ഇത്. ഓരോ ദിവസം കൂടുന്തോറും ബുദ്ധിമുട്ടുകളൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാളെ എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാണ്ടിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, കൂടുതൽ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.